കർത്താവിൽ ബഹുമാന്യരായ സഹോദരീസഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ വന്ധ്യനാമത്തിൽ എനിക്കുള്ള സന്ധ്യാവന്ദനങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങളെ വീണ്ടും അഭിസംബോധന ചെയ്യുവാൻ സ്വർഗം അനുവദിച്ച ഈ സമയത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ എന്റെ പ്രഭാഷണം കോവിഡ് എന്ന് പറയുന്ന ഈ മഹാവ്യാധിയെ സംബന്ധിച്ച് ബൈബിളിൽ പ്രവചനങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയമാണ്. ഈ ദിവസങ്ങളിലായി ഞാൻ നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ കോവിഡ് പ്രതിസന്ധി അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ ലോകം മുഴുവൻ, വിശേഷാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഭീതിതമായി കഴിഞ്ഞുകൂടുന്ന നാളുകളാണ്. ഇന്നും നാം മനസ്സിലാക്കുന്ന പോലെ 4,00,000-ൽ അധികമാണ് കേരളത്തിലെ കോവിഡിന്റെ വ്യാപനം എന്ന് പറയുന്നത്. ഏകദേശം 1,40,40,000-ഓളം ആളുകളെ കോവിഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ടാണത്. അപ്പോൾ ഇതിന്റെ രൂക്ഷത എത്ര വലുതാണെന്നുള്ളത് ഞാൻ വിവരിക്കാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ആ വലിയ മുന്നേറ്റത്തിന് കുറവില്ലാതെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ചിന്തിക്കുന്നതിനേക്കാൾ വളരെ ഭയാനകമാണ് സ്ഥിതി. എന്നാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും കോവിഡ് പരിശോധനയ്ക്കും അതുപോലെ തന്നെ വാക്സിൻ കൊടുക്കുന്നതിനും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടെ ആളുകളെ ജനബോധവൽക്കരണം നൽകുന്നതിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനുമെല്ലാം സ്തുത്യർഹമായ നിലയിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സേവനങ്ങൾ ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഇവിടെ വളരെ അനുമോദിക്കേണ്ടതായ വിഷയം തന്നെയാകും. അപ്പോൾ തന്നെ നാം എല്ലാവരും രാജ്യത്തിന്റെ പൌരന്മാർ എന്ന നിലയിൽ നമുക്കുള്ള കടമകൾ നാം പാലിക്കുകയും സർക്കാർ തരുന്ന നിർദ്ദേശങ്ങൾക്ക് ചോദ്യം കൂടാതെ അനുസരിക്കാനുള്ള വിധേയത്വം കാണിച്ചുകൊണ്ട് ഗവൺമെന്റിനോട് സഹകരിച്ച് നാം പോവുകയും നമ്മുടെ ദേശത്തെ ഈ മഹാവ്യാധിയിൽ നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ തുരത്തുവാൻ ഉത്സാഹിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. എന്നാൽ ഇവിടെ ഭക്തന്മാരായ ചില ആളുകൾ അവര് കുറെ വാക്യങ്ങൾ ഈ ദിവസങ്ങളിൽ എഴുതി ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങളത് കണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. ദൈവം തന്റെ വിശുദ്ധ ബൈബിളിൽ ഈ കോവിഡിന്റെ കാലത്തെ സംബന്ധിച്ചുള്ള കുറെ പ്രവചനങ്ങൾ പല പ്രവാചക പുസ്തകങ്ങളിലായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കത്തക്ക നിലയിൽ കുറെ വാക്യങ്ങൾ, നിങ്ങളുടെ മൃതന്മാർ മരിച്ചു വീഴും, നിങ്ങളുടെ ആളുകൾ മരിച്ചു വീഴും, അവരെ അടക്കുവാൻ സ്ഥലം ഉണ്ടാവുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാടുള്ള പ്രവചന ഭാഗങ്ങൾ ഒക്കെ എടുത്ത് നിരത്തി വെച്ചിട്ട് ഇത് കോവിഡ് കാലഘട്ടത്തെ സംബന്ധിച്ചുള്ള പ്രവാചക സൂക്തങ്ങളാണ്, സൂചനകളാണ് എന്ന് എഴുതുന്ന ചില ആളുകളെ ശ്രദ്ധയിൽപ്പെട്ടു. വിശുദ്ധ വേദപുസ്തകം ദൈവത്തിന്റെ വചനമാണ്. ഭാവിയെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ ധാരാളം ഈ വിശുദ്ധ ബൈബിളിലുണ്ട്. എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം വേദപുസ്തകത്തിൽ മുൻകൂട്ടി എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പൊതുവെ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാന രീതി അത്ര കരണീയമായ ഒരു വ്യാഖ്യാന സമീപനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുപോലെയാണ് കഴിഞ്ഞ വർഷം ഇറ്റലിയിൽ ഈ കോവിഡ് ബാധിതരുടെ മരണസംഖ്യ വളരെ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ തോഫേത്ത് നമ്മുടെ സ്ഥലം ഇറ്റലിയിലുണ്ട്. ഇപ്പൊ തോഫേത്തിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ അരുളപ്പാട് എന്ന് പറഞ്ഞ് പ്രവാചക പുസ്തകത്തിൽ നിന്ന് തോഫേത്തിനെ കുറിച്ച് ഒരു വലിയ പ്രകമ്പനം കൊള്ളുമാറുള്ള ഈ ഫേസ്ബുക്കിൽ കൂടിയുള്ള പ്രചരണമുണ്ടായി. ഞാനത് വായിച്ചു. ആ സമയത്ത് വിശുദ്ധ ബൈബിളിലെ തോഫേത്തും ഇറ്റലിയിലെ തോഫീത്തും എന്ന് പറഞ്ഞ് ഞാൻ ഒരു മെസ്സേജ് കൊടുത്തു. വാസ്തവത്തിൽ ആ മെസ്സേജ്
അനേക ആളുകൾ കേട്ടു. അനേകർക്ക് അതേക്കുറിച്ച് ഒരു തിരിച്ചറിവുണ്ടായി. ഇറ്റലിയിലെ തോഫേത്തും പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞിരിക്കുന്ന തോഫേത്തുമായി യാതൊരു ബന്ധവുമില്ല എന്ന് എന്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്ക് എന്റെ ആ പ്രസന്റേഷനിൽ കൂടെ മനസ്സിലാക്കുവാൻ ദൈവം ഇടയാക്കി. ഇന്ന് രാത്രിയിൽ തത്തുല്യമായ പ്രാധാന്യത്തോടെയാണ് ഈ രാത്രിയിലെ വിഷയവും ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് അടുക്കുമ്പോൾ പലവിധമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ ഇതൊക്കെ നാം അഭിമുഖീകരിക്കുകയും ഒരു പക്ഷെങ്കിൽ നാം പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള രോഗങ്ങള്, ബാധകള് ഒക്കെ ഈ ഭൂമിയെ സന്ദർശിക്കുകയും ചെയ്യും. ഇത് ഞാനിതിന്റെ പ്രാപഞ്ചികമായിരുന്ന പ്രാധാന്യതയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു വാക്ക് പറയട്ടെ. ദീസ് ഓൾ ആർ ബയോളജിക്കൽ ഫാക്ടേഴ്സ്. ജീവശാസ്ത്രപരമായ വസ്തുക്കളാണ്. ഒരു വൈറസ് ഇപ്പോൾ ഭൂമിയിൽ ഉണ്ടായിട്ട് അത് ലോക ജനതകളുടെ ഇടയിൽ സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വൈരവിഹാരം ചെയ്യുന്ന ഈ വൈറസ് അതിന് ധനവാനെന്നോ ദരിദ്രനെന്നോ സമ്പന്ന രാജ്യമെന്നോ ദരിദ്ര രാജ്യമെന്നോ പിന്നെ വിദ്യാസമ്പന്നതയുള്ള ആളുകളെന്നോ വിദ്യാവിഹീനെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഓടി നടന്ന് പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പ്രവാചക പുസ്തകങ്ങൾ യെശയ്യാവ്, ഓബദ്യാവ്, ആമോസ്, യിരെമ്യാവ് മുതലായ പ്രവാചകന്മാരൊക്കെ തങ്ങളുടെ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്ന പ്രവചന സൂക്തങ്ങളെ അവിടുന്ന് അടർത്തിയെടുത്തിട്ട് കോവിഡിന്റെ മുഖാന്തരമുള്ള സംഭവത്തെക്കുറിച്ച് പ്രവാചകന്മാർ മുമ്പ് കൂട്ടി എഴുതിയിരിക്കുന്നു എന്നുള്ള ധ്വനിയിൽ ഈ ഫേസ്ബുക്കിൽ എഴുതിയിടുന്നു. ഞാൻ മനസ്സിലാക്കുന്ന വേണ്ടത്ര വചനം വിരിക്കാനില്ലാത്ത ആളുകള് ചിന്ത കൂടാതെ എഴുതുന്ന കാര്യങ്ങളാ അതെന്നാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം യെശയ്യാ പ്രവാചകനും ആമോസ് പ്രവാചകനും ഓബദ്യാ പ്രവാചകനും ഒക്കെ പറയുന്ന ഈ കാര്യങ്ങൾ ഈ ഇന്ത്യയിലെ ഈ സംഭവ വികാസത്തെക്കുറിച്ചോ ഇറ്റലിയിലെ കൂട്ടമരണത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ കോവിഡ് വ്യാപനത്താൽ ലോകത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസത്തെക്കുറിച്ചോ ഒന്നുമല്ല. അതെല്ലാം അതിൽ മിക്കവാറും ഭാഗങ്ങൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ വിദൂര ഭാവിയിൽ സംഭവിക്കാനുള്ള പ്രവചനങ്ങളും അവയുടെ നിവൃത്തിയുമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവാചക വരേണ്യരായത് യെശയ്യാവും യിരെമ്യാവും ദാനിയേലും യെഹെസ്കേലും ചെറുപ്രവാചകന്മാരും ഒക്കെ തങ്ങളുടെ പ്രവചനങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇസ്രായേൽ രാഷ്ട്രത്തോടുള്ള ബന്ധത്തിലാണ്. അപ്പൊ ഇസ്രായേലിലെ പ്രവാചകന്മാർ എന്ന നിലയിൽ ഇസ്രായേൽ രാഷ്ട്രത്തോടുള്ള ബന്ധത്തിലാണ് ദൈവം ആ പ്രവചനങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. അതൊക്കെ അടർത്തിയെടുത്തുകൊണ്ട് വന്ന് ഇന്ത്യ മഹാരാജ്യത്ത് താമസിക്കുന്ന നമ്മുടെ ആളുകൾ ഇപ്പോൾ ഗുജറാത്തിലും ബാംഗ്ലൂരിലും മഹാരാഷ്ട്രയിലും ഒക്കെ ധാരാളം ആളുകൾ മരിക്കുന്നുണ്ട്. ഗവൺമെന്റ് ഇവിടുത്തെ മരണസംഖ്യയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് 100% അങ്ങനെ തന്നെയാണോ, അതിൽ ഏറ്റവും കുറച്ചുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. കാര്യം ഞാൻ ന്യൂസ് റിപ്പോർട്ടറൊന്നും അല്ലല്ലോ. എന്നാൽ ഏതായാലും ഇവിടെ മരണസംഖ്യ കുറെ കൂടുതലുണ്ട്. ഇന്നത്തെ വാർത്തയിൽ പ്രത്യേക ശ്രദ്ധേയമായി പറഞ്ഞൊരു വിഷയം, ഒരു മെയ് മാസം 15 കഴിയുമ്പോൾ പ്രതിദിന മരണത്തിന്റെ കേസ് 5000-ഓളം തന്നെ കേരളത്തിൽ വരും, അല്ല ഇന്ത്യയിൽ വരും എന്നാണ് ചില ആളുകൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് സംഭവിച്ചുകൂടായികയില്ല. അപ്പോൾ തന്നെ പ്രതിരോധത്തിനാവശ്യമായ എല്ലാ നടപടികളും സജീവമായി ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. കേന്ദ്രത്തിൽ നിന്നും സ്റ്റേറ്റിൽ നിന്നും ചെയ്യുന്നുണ്ട്. അത് സ്തുത്യർഹമായ സേവനവുമാണ്. സർക്കാരിനെ നാം ഈ വിഷയത്തിൽ പ്രശംസിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ഓരോ കാലഘട്ടങ്ങളിലും ദൈവം ലോകത്തെ വ്യത്യസ്തങ്ങളായ ബാധകളാൽ ബാധിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് സ്പാനിഷ് ഫ്ലൂ. സ്പാനിഷ് ഫ്ലൂ വന്നിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഭൂമുഖത്ത് തുടച്ചു മാറ്റപ്പെട്ടു. ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിനെ കീഴ്പ്പെടുത്തിയ മറ്റൊരു രോഗമായിരുന്നു ആന്ത്രാക്സ് എന്ന് പറയുന്നു. മരണകരമായ ഒരു ബാധയായിരുന്നു. അതുപോലെ വസൂരി എന്ന് പറയുന്നത് ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും പടർന്നു പിടിക്കുകയും നമ്മുടെ ഈ കേരളത്തിലൊക്കെ ആയിരക്കണക്കിന് ആളുകൾ മരണത്തിലേക്ക് ആനയിക്കപ്പെടുകയും ചെയ്തു. ഹെർപ്പീസ് സിംപ്ലക്സ്, ഹെർപ്പീസ് സോസ്റ്റർ, അതുപോലെ തന്നെ ഈ മീസിൽസ്, പിന്നെ ചിക്കൻ ബോക്സ്, വസൂരി, പ്ലേഗ്, സ്പാനിഷ് ഫ്ലൂ, ഇങ്ങനെയൊക്കെയുള്ള പല ബാധകൾ അതാത് സമയത്ത് ലോകത്തിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം ദൈവം അനുവദിക്കാതെ വന്നു എന്ന് വിശ്വസിക്കുവാൻ ന്യായമില്ല. ഭൂമിയുടെ നിലനിൽപ്പ് സംബന്ധിച്ചും
മാനവരാശിയുടെ നിലനിൽപ്പ് സംബന്ധിച്ചും വ്യക്തമായ കാര്യപരിപാടി ആസൂത്രണം ചെയ്യുന്നത് സൃഷ്ടിതാവായ ദൈവമാണ്. ദൈവത്തിന്റെ അറിവ് കൂടാതെ, ദൈവത്തിന്റെ സമ്മതം കൂടാതെ, അനുവാദം കൂടാതെ ഈ ഭൂമിയിൽ യാതൊന്നും സംഭവിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഇപ്പോൾ മറ്റൊരു പ്രശ്നങ്ങളുണ്ട്. ഈ കോവിഡ് രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്നൊന്നുമില്ല. അല്പസമയം മുമ്പേ ഒരു ദൈവദാസൻ എഴുതിയിട്ടു, നോർത്ത് ഇന്ത്യയിലെ ഒരു പാസ്റ്റർ മരിച്ചു, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മകൾക്കും കൂടെ കോവിഡാണ്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ എഴുതിയിട്ടു. അപ്പൊ അതിന്റെ അടിയിൽ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഒരു വാക്ക് ഞാൻ ചോദിച്ചു, ഇത്രയും രോഗശാന്തി വിദഗ്ധന്മാരുണ്ടായിട്ട് ഒരാൾക്ക് പോലും ഈ ബാധയെ ഒന്ന് ഒഴിപ്പിച്ചു മാറ്റി നമ്മുടെ രാജ്യത്തുനിന്ന് നാട് കടത്താൻ ആരുമില്ലേ എന്ന് ഞാൻ ചോദിച്ചു. കാരണം ഇവിടെ സ്റ്റേജ് മുഴുവൻ രോഗശാന്തിക്കാരുടെ വലിയ ഭയങ്കര കച്ചവടം വലിയ നടന്നുകൊണ്ടിരുന്നത്. ഇതിനു മുമ്പ്, ഈ കോവിഡ് വരുന്നതിന് മുമ്പ് തുമ്മിയാൽ തെറിക്കുന്ന മൂക്ക് പോലെ രോഗത്തെയൊക്കെ അങ്ങ് ശാസിക്കുന്നു. ഇപ്പൊ ആ ശാസ്ത്ര വീരന്മാരാരുമില്ല. അത് പരിഹസിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ല. ഇപ്പൊ ഇവിടെ ഒരു വസ്തുത മനസ്സിലായല്ലോ. സ്റ്റേജുകളിലെ ഷോയിൽ കൊടുക്കുന്ന രോഗസൗഖ്യം ഒന്നും ഇതുപോലുള്ള യാഥാർത്ഥ്യങ്ങളുടെ മുമ്പാകെ വിലപ്പോവുകയില്ല. വിലപ്പോവുമെങ്കിൽ അതൊക്കെ പ്രായോഗികമാക്കേണ്ട ഇപ്പൊ ഈ സന്ദർഭത്തിലാണ്. ഇപ്പോ കോവിഡ് രോഗവ്യാപനം അത് ഇല്ലായ്മയാകുവാനും അല്ലെങ്കിൽ അത് നിന്നുപോകാനും കാഷ്വാലിറ്റികൾ സംഭവിക്കാതിരിക്കാൻ, അതായത് മരണനിരക്ക് വർദ്ധിക്കാതിരിക്കാനും രോഗം വ്യാപിക്കാതിരിക്കാനും വിശ്വാസികളായി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. പല പാസ്റ്റർമാര്, സുവിശേഷകന്മാര്, അവരുടെ കുടുംബങ്ങള്, വിശ്വാസികള്, ഇവരൊക്കെ ഈ ഭൂമിയിൽ ഈ കോവിഡിൽ ബാധിതരാകുന്നുണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ശലോമോൻ പറയുമ്പോൾ നീതിമാനും ദുഷ്ടനും ഒരുപോലെ കഷ്ടത അനുഭവിക്കുന്നു, പക്ഷെ അതാരും തിരിച്ചറിയുന്നില്ല എന്നാണ് പറയുന്നത്. യോബ് തന്റെ പുസ്തകത്തിൽ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, തീപ്പൊരി ഉയരെ പറക്കുന്ന പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. അപ്പൊ സ്ത്രീ പ്രസവിച്ച നരൻ കഷ്ടസമ്പൂർണ്ണനും അവന്റെ കാലം ചുരുക്കവും അത്രയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കഷ്ടതകൾ ദൈവം നൽകുന്നത് അത് അവിശ്വാസികൾക്കോ വിശ്വാസികൾക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമൂഹത്തിനൊന്നുമല്ല. ഇതൊരു പ്രപഞ്ച പ്രതിഭാസമാണ്. ഭൂമിയിലെ ജൈവമണ്ഡലത്തിലുള്ള ഒരു പ്രതിഭാസമാണ്. ഇതൊരു വൈറസ് ബാധയാണ്. ഈ വൈറസ് ബാധ അതിന് വിശ്വാസിയെന്ന് അവിശ്വാസമൊന്നുമില്ല. അതിന് പാർക്കാൻ തരം കിട്ടുന്ന ഏത് ശരീരത്തിൽ അത് പ്രവേശിക്കും. അതുകൊണ്ടാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക്, കവറിംഗ്, പിന്നെ സാനിറ്റൈസേഷൻ, ഇതൊക്കെ വളരെ വ്യക്തമായി ഇവിടുത്തെ ആരോഗ്യവകുപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിരന്തരമായി ബോധവൽക്കരണം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ചെയ്യണമെന്ന്. കാരണം ഇത് ശരീരത്തിൽ പ്രവേശിക്കാൻ അനുകൂലമായൊരു സാഹചര്യം ലഭിച്ചാൽ അത് പ്രവേശിക്കും. അതുകൊണ്ടാണ് ബോധവൽക്കരണം ആവശ്യമായിട്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ആവർത്തിച്ച് പോസ്റ്റ് ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വായിക്കുന്നവർ ചിന്തിക്കുന്നത് നമ്മളാരും പ്രാർത്ഥിക്കാത്ത ആളുകളാണ്. ആണോ? നമ്മളാരും പ്രാർത്ഥിക്കാത്ത ആളുകൾ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? ഇപ്പം ഞാൻ രാവിലെയും വൈകിട്ട് എഴുന്നേൽക്കുമ്പോൾ ഈ വിഷയം ദൈവം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. മിക്കവാറും എല്ലായ്പ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ആവശ്യമാണ്. പക്ഷേ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. ഇത് ഞാൻ ഈ പറയുന്ന വിശ്വാസിയുടെ ബദൽ മാത്രമാണ്. അല്ലാതെ ഈ കർത്താവിനെ രക്ഷിതാവായി അംഗീകരിക്കാത്ത ബാഹ്യലോകത്തിന് ഞാൻ ഈ പറയുന്ന ഈ പ്രമാണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിലെ പല വ്യവസ്ഥകൾ ഒന്നിതാണ്, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. യാക്കോബ് പറയുന്നു, ഓരോരുത്തരും താന്താന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് അന്യോന്യം പ്രാർത്ഥിച്ചാൽ ദൈവം മുഴുവൻ നൽകുന്നു. അപ്പോൾ നമുക്ക് നമ്മിലേക്ക് തന്നെ നോക്കി ഒരു ആത്മപരിശോധന ആവശ്യമുണ്ട്. നമ്മുടെയൊക്കെ ഇടയിൽ നടക്കുന്ന ആത്മീയ ശുശ്രൂഷകൾ, പല ശുശ്രൂഷ, എല്ലാ ശുശ്രൂഷ അല്ലെങ്കിലും ക്രെഡിറ്റ് കൺവെൻഷനുകൾ നമുക്കുണ്ടായിരുന്നു. ആ കൺവെൻഷൻ നിങ്ങൾക്കറിയാം, ഓരോ സഭാവിശ്വാസികളും, ബ്രദറുകാർ അവരുടെ വിശ്വാസികൾ, പെന്തക്കോസ്തുകാർ അവരുടെ വിശ്വാസികൾ, അല്ലാതെ ഔട്ട്സൈഡേഴ്സ് ആരും വരുന്നില്ല. അവരെ വിളിച്ചു വരുത്തി ആണ്ടുതോറും ഈ വാവുബലി പോലെ നടത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ഉത്സവാചരണം പോലെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കർമ്മ പരിപാടിക്ക് വേണ്ടി അമേരിക്കൻ ഐക്യനാടുകളിലും ഗൾഫ് രാജ്യങ്ങളിലും ചോര നീരാക്കി അധ്വാനിക്കുന്ന സഹോദരന്മാരുടെ കാശ് എഴുതി വാങ്ങിച്ചാണ് ലക്ഷങ്ങൾ പൊടിപടിച്ച് ഇവിടെ ഈ പരിപാടികൾ നടത്തിക്കൊണ്ടിരുന്നത്. ഈ പരിപാടികളിൽ മിക്ക സ്ഥലങ്ങളിലും യേശുക്രിസ്തുവിനോ പരിശുദ്ധാത്മാവിനോ ശ്രദ്ധേയമായ സ്ഥാനമൊന്നുമില്ല. അതെല്ലാം കൺവെൻഷൻ കമ്മിറ്റിക്കാരും അതിന്റെ നടത്തിപ്പുകാരും ഒക്കെ അത് പേരെടുത്ത് അവർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
പ്രസംഗങ്ങളുടെ ലിസ്റ്റും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ക്രമീകരണങ്ങളും എല്ലാം പരിശുദ്ധാത്മാവ് ചെയ്തതിന് പകരം ഇതൊക്കെ മനുഷ്യർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, ദൈവാത്മാവ് തന്ന നിയോഗപ്രകാരം ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ക്രമീകരണം ചെയ്തു എന്നൊക്കെ പറയും. അപ്പൊ ഇങ്ങനെയുള്ള കർമ്മപരിപാടികൾ അത് ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകാതെ മനുഷ്യൻ ദൈവത്തിന്റെ മഹത്വത്തെ കവർ ചെയ്യുകയും അതുപോലെ ദൈവനാമം ഉയർത്തപ്പെടുന്ന സ്ഥലത്ത് മനുഷ്യന്റെ പേര് ഉയർത്തപ്പെടാനും 4 പേര് അറിയപ്പെടാനും ഒക്കെയായി മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന വേദപുസ്തകത്തിന് വെളിയിലുള്ള സംവിധാനങ്ങളെല്ലാം കണ്ട് ദൈവം കുറെയൊക്കെ മനസ്സുമടുത്തിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ സാധിക്കില്ല, കാര്യം ദൈവം കുറെയൊക്കെ മനസ്സുമടുത്തു. ഞാനങ്ങനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മള് മലാക്കി പ്രവാചക പുസ്തകം വായിക്കുമ്പോൾ കനാൻ ദേശത്തേക്ക് മോശ മുഖാന്തരമായും ഇസ്രായേലിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരായി യോശുവ മുഖാന്തരം കനാൻ ദേശത്തേക്ക് പ്രവേശിക്കപ്പെട്ട ഇസ്രായേൽ ജനം കനാൻ ദേശത്ത് എന്ന് 490 സംവത്സരമാണ് ബാബേൽ പ്രവാസം വരെയുള്ള കാലഘട്ടങ്ങളിൽ ആ വാഗ്ദേശത്ത് ജീവിച്ചത്. അതായത് 70 ആഴ്ചവട്ട കാലഘട്ടം. 7-7-49 490 സംവത്സരങ്ങൾ. ഈ 490 സംവത്സരങ്ങൾ ജീവിച്ച കാലഘട്ടങ്ങളിൽ അവർ ദൈവത്തെ ഭയപ്പെട്ടതായി നൂന്റെ മകനായ യോശുവയുടെ കാലത്തും അതുപോലെ അഹരോന്റെ മകനായിരുന്ന ഏലിയാസാറിന്റെ കാലത്തും അവർ യഹോവയെ സേവിച്ചു എന്നാ വായിക്കും. അപ്പൊ ഏലിയാസാറിന്റെ ഒക്കെ കാലം കഴിഞ്ഞപ്പോൾ യോശുവയുടെ മോശ കഴിഞ്ഞു, യോശുവയുടെയും കാലേബിന്റെയും കാലം കഴിഞ്ഞു. മഹാപുരോഹിതൻ അഹരോന്റെ പുത്രന്മാരായ ഏലിയാസർ മഹാപുരോഹിതന്റെ കാലത്തും ജനം യഹോവയെ സേവിച്ചു എന്ന് വായിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു കനാൻ ദേശത്ത് എന്നൊരു 100 വർഷം, ഒരു 110 വർഷം കഴിഞ്ഞപ്പോൾ എഗെയിൻ ശങ്കരൻ കോക്കനട്ട് ട്രീ എന്ന് പറയുന്ന അനുഭവത്തിലേക്കായി. അതായത് ജനം വിഗ്രഹാരാധനയിലേക്കും പരസംഗത്തിലേക്കും വഴുതി വീഴുകയും പാപത്തിൽ അവരെ നിബന്ധിക്കുകയും പിന്നീട് നടന്ന ഉത്സവങ്ങളും ആഘോഷങ്ങളും ആരാധനകളും യാഗങ്ങളും കർമ്മങ്ങളും എല്ലാം പേരുകൊണ്ട് മാത്രം ദൈവശക്തിയെ ത്യജിച്ച് നടക്കുന്നതുമായി മാറി. തുടർന്നങ്ങോട്ട് പോകുന്ന 70 ആഴ്ചവട്ടക്കാലം എന്ന് പറയുന്നത് ഈ ശാബതുകളുടെ നിരന്തര ലംഘനമായിരുന്നു. 70 ആഴ്ചവട്ടക്കാലം എന്ന് പറയുന്നത് ശാബതുകളുടെ നിരന്തരമായ ലംഘനം. 70 ശബത്തുകളെ ഇസ്രായേൽ മക്കൾ ഈ കനാൻ ദേശത്ത് എന്ന ശേഷം അശുദ്ധമാക്കിയെന്നാണ് നമുക്ക് തിരുവനന്തപുരം മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് 490 സംവത്സരം അവിടെ അവർ ജീവിച്ച കാലഘട്ടത്തിലെ 70 ശബത്തുകൾ അവർ അശുദ്ധമാക്കി. ശാബറ്റിക്കൽ ഇയറിന്റെ കാൽക്കുലേഷൻ അനുസരിച്ച് അതായത് 7 സംവത്സരം കൂടുന്ന ഒരു ശബത്ത് എന്ന് പറയുന്നത്, ശാബത്ത് വർഷം എന്ന് പറയുന്നത്. അങ്ങനെ 70കളുടെ 7-7-49 490 സംവത്സരം. അപ്പൊ 70 ശബത്തുകൾ അവർ ലംഘിച്ചു, അശുദ്ധമാക്കി. ദൈവാനുകൊടുത്ത ശിക്ഷയാണ് 70 സംവത്സരകാലം ആ ജനം ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന് അടിമകളായി പോകണം എന്നുള്ളത്. അപ്പൊ ദൈവത്തിന്റെ നിയമം ലംഘിച്ച ആളുകളെ ദൈവം എന്തെന്നറിയാമോ? അവിടുത്തെ ഈ നിയമലംഘനത്തിന് ശിക്ഷിക്കാൻ ബാബേലിലേക്ക് വിട്ടു. ദൈവത്തിന്റെ ബാലശിക്ഷയുടെ ഒരു ഭാഗമായിരുന്നു. അപ്പൊ ബാലശിക്ഷയ്ക്കായി ബാബേലിലേക്ക് ദൈവം അയച്ച സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് യെരൂശലേമിൽ ഇരുന്ന് കഴിഞ്ഞാൽ വല്ല പ്രയോജനമുണ്ടോ? കുറെ ആളുകളെ ഈ ബാബേലിലേക്ക് പോയവർ തന്നെ അവിടെ ചില കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റു. ഈ പോയ കള്ളപ്രവാചകന്മാർ അന്ന് ഇരുന്നുകൊണ്ടല്ലോ. ഈ വേൾഡ് ട്രേഡ് സെന്റർ താഴെ പോയിട്ട് അതേക്കുറിച്ച് ഒരു അക്ഷരം കമ്മാന്ന് പറയാൻ കഴിയാത്ത പ്രവാചകന്മാരെല്ലാം കിടന്ന അമേരിക്കൻ രാജ്യങ്ങളിൽ ഇവിടെ ഓരോ തുമ്മലിനും ചീറ്റലിനും പ്രവചിക്കുന്ന കേരളത്തിലെ പ്രവാചകന്മാർ ഇവരാരും ഇവരിൽ മിക്ക ആളും കള്ളപ്രവാചകന്മാരായിരുന്ന പോലെ ആ കാലത്ത് ഇസ്രായേലിലും കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നു. അപ്പൊ ബാബേലിലേക്ക് എടുക്കപ്പെട്ട ജനത്തിന്റെ ഇടയിലും കള്ളപ്രവാചകന്മാർ ചില എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, 70 സംവത്സരമൊന്നും ഇവിടെ കഴിയേണ്ട ആവശ്യമൊന്നും വരികയില്ല, എത്രയും വേഗം നമ്മൾ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകും, അതുകൊണ്ട് നിങ്ങളെ ഭയപ്പെടേണ്ട ഭാരപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞ് അവരെ ഉപദേശിച്ചു. ഈ കള്ളപ്രവാചകന്മാർ എല്ലാ കാലത്തും ഉണ്ട്. സ്വാന്തനം വിശ്വസിക്കുന്ന പ്രവാചകന്മാർക്ക് എല്ലാ കാലത്തും നല്ല മെച്ചമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളാണ്. അപ്പൊ ഇന്നും അങ്ങനെയാണ്. ഈ കരിസ്മാറ്റിക് ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് കള്ളപ്രവാചകന്മാരുണ്ട്. കള്ളപ്രവാചകന്മാർക്ക് കുംഭ വീർപ്പിക്കാൻ പ്രവചനമുണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇത് ഞാൻ പറയുന്നതുകൊണ്ട് ചില ആളുകൾക്ക് എന്നോട് വിരോധമുണ്ട്, പ്രത്യേകിച്ച് ബന്ധക്കോസുകാർക്ക്. അവർ പറയുന്നത് ഈ സമയത്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതെ വേറെ നല്ല കാര്യങ്ങൾ പറയും. ഇത് നല്ല കാര്യമല്ലേ പറയുന്നത്? കള്ളപ്രവാചകന്മാരെ നമ്മൾ ലോകത്തിന്റെ മുമ്പായി ചൂണ്ടിക്കാണിക്കണ്ടേ? അപ്പൊ ഈ കള്ളപ്രവാചകന്മാർ ഇതിനോട് പറഞ്ഞു, നിശ്ചയമായും യെരൂശലേമിലേക്ക് നിങ്ങൾ പെട്ടെന്ന് മടങ്ങിപ്പോകും, ഇവിടെ ഈ ബാബേൽ അധികം കാലമൊന്നും കഴിയേണ്ട ആവശ്യം വരികയില്ല. യിരെമ്യാവ് ഇവിടുന്ന്
അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ആൾക്കാരുടെ കയ്യിൽ കത്ത് കൊടുത്തയച്ചു. നിങ്ങൾ ഓരോരുത്തരും നിലങ്ങൾ വാങ്ങി ആധാരം ചമച്ച് അത് രജിസ്റ്റർ ചെയ്ത് അതിൽ വീടുകളെ പണിത് പുരയിടങ്ങളിൽ കൃഷി ചെയ്ത് അവിടെ പാർത്തുകൊള്ളുവീൻ. 70 സംവത്സരങ്ങൾ കഴിഞ്ഞിട്ടില്ലാതെ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ കള്ളപ്രവാചകന്മാർ നമുക്ക് പ്രാർത്ഥിക്കാം, ഉടൻ തന്നെ നമുക്ക് മടങ്ങി വരും. നിങ്ങൾ യിരെമ്യാവിന്റെ വാക്കുകളൊന്നും കേൾക്കരുത്, എസ്കേൽ പറയുന്നത് ശ്രദ്ധിക്കരുത് എന്നൊക്കെയാണ് അവിടെ പറഞ്ഞത്. യിരെമ്യാവ് എഴുതി കൊടുത്ത ഇങ്ങനെയാണ്, 70 സംവത്സരം കഴിഞ്ഞിട്ട് അല്ലാതെ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയില്ല. ഉടനീളം വസ്തുക്കൾ വാങ്ങിക്കുക, ആധാരം ചമയ്ക്കുക, മുദ്രയിടുക എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യുക, വീടുകൾ പണിയുക, നിലത്ത് കൃഷി ചെയ്ത് ഉപജീവനം കഴിച്ചുകൊള്ളുക. 70 സംവത്സരം കഴിഞ്ഞിട്ടല്ലാതെ യഹോവ നിങ്ങളെ സന്ദർശിക്കുകയില്ല. ഈ 70 സംവത്സരം പറയുന്നത് ദൈവത്തിന്റെ ശിക്ഷയുടെ സന്ദർശനങ്ങളാണ്. വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്ത് പാർത്ത് ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചതിന് ദൈവം ആ ജനത്തെ ശിക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോയ ശിക്ഷയുടെ കാലങ്ങളാണ് ഈ 70 സംവത്സരം എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ പറയുമ്പോൾ ആരും നെറ്റി ഒളിക്കരുത്. നമ്മുടെ വേർപെട്ട സമൂഹങ്ങള് ആയിരിക്കുന്ന ബന്ധക്കോസുകാരും ബ്രദറുകാരുമെല്ലാം ഇന്ന് ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്ത് എത്തിയ ശേഷം ജാതികളോട് ഇടകലർന്ന് ദൈവഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിച്ച് ആയിരിക്കുന്ന ഒരവസ്ഥയിൽ അവതരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആത്മീയത്വം കുറഞ്ഞും ജഡികത്വം വർദ്ധിച്ചും വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യമുള്ളപ്പോൾ നമ്മളെ ഈ പ്രവാചക ശബ്ദം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മള് ഇങ്ങനെയുള്ള ബാധകളാൽ ദൈവം ലോകത്തെ സന്ദർശിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല, പ്രാർത്ഥിച്ചു, അത് വളരെ ആവശ്യമാണ്. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കും മുമ്പ് എന്തുകൊണ്ട് ഈ ബാധയെ ദൈവം നമ്മുടെ ഇടയിലേക്ക് അയച്ചു എന്ന് നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷ്മമായി വിശകലനം ചെയ്യണം. യഹോവയുടെ പെട്ടകം ഫെലിസ്തീയ ദേശത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഫെലിസ്തീനായ ആളുകളെ യഹോവ ബാധിച്ചു എന്നാണ് വായിക്കുന്നത്. എങ്ങനെ ബാധിച്ചു? മൂലക്കുരു കൊണ്ട് ബാധിച്ചു. അവർക്കെല്ലാവർക്കും പിസ്റ്റുല ഉണ്ടായി, മൂലക്കുരു ഉണ്ടായി. അപ്പൊ ഈ മൂലക്കുരു ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ ഫെലിസ്തീയർക്ക് വളരെ പ്രയാസമുണ്ടായി. അവർക്ക് ഇരിക്കാൻ പോലും വയ്യ, അത്ര വേദനയാണ്. എനിക്ക് ഈ അലർജിയുടെ ശല്യം വളരെ രൂക്ഷം. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഈ മൂക്ക് ചൊറിയുന്നത്, ക്ഷമിക്കണം. അതൊരു വീഡിയോയിൽ അസ്വസ്ഥമാണ്, അതെനിക്കറിയാം. അപ്പൊ മൂലക്കുരു ബാധിച്ചവർ വേദന കൊണ്ട് പൊളയുമ്പോൾ ഇസ്രായേലിയർക്ക് അറിയാൻ വയ്യാത്തതും ഇസ്രായേലിയർ പറഞ്ഞിട്ടില്ലാത്തതും അവർ തിരിച്ചറിഞ്ഞില്ലാത്തതുമായ ഒരു വാക്ക് ഫെലിസ്തീർ പറഞ്ഞു. യഹോവയുടെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ പെട്ടകവും ഹേതുവായിട്ട് അത്രേ നമുക്ക് ഈ മൂലക്കുരു ഉണ്ടായത്. ഇത്ര ഭയങ്കരനായ ദൈവത്തിന്റെ നിയമപ്പെട്ടതിന് മുമ്പാകെ നമുക്ക് എങ്ങനെ നിൽക്കാൻ കഴിയും? ഇത് പിടിക്കപ്പെട്ട സമയം നിങ്ങൾക്കറിയാമല്ലോ. ഫെലിസ്തീനുമായുള്ള യുദ്ധത്തിൽ പെട്ടകം ചുമന്നുകൊണ്ട് പുരോഹിതന്മാർ ഫ്രണ്ടിൽ പോകാമെങ്കിൽ യുദ്ധത്തിൽ ജയിക്കുമെന്നാണ് ചിന്തിച്ചത്. കാരണം അവർ ചിന്തിച്ചാൽ പെട്ടകം ഉണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, നമുക്ക് ജയം ഉറപ്പാ എന്നും പറഞ്ഞാൽ പെട്ടകം കൊണ്ട് പോയി. പെട്ടകം അങ്ങ് പോയി, തോൽക്കുകയും ചെയ്തു. ഇതാണ് ശമൂവേലിന്റെ 1-ാം പുസ്തകത്തിലെ ഈ സംഭവം നമ്മൾ വായിക്കുന്നത്. ഇന്നത്തെ ആധുനിക വിശ്വാസികൾ നല്ലൊരു പങ്ക് ആൾക്കാരും ചിന്തിക്കുന്നത്, ഞായറാഴ്ച നമ്മൾ യോഗത്തിന് പോകുന്നുണ്ട്, കഷ്ടാനുഭവ ചിന്തകൾ ഒട്ടും മുടങ്ങാതെ പറയുന്നുണ്ട്. ചില 5 മിനിറ്റ് പറയുന്ന 50 മിനിറ്റ് വരെ പറയുന്നവരുണ്ട്. അത് നമ്മൾ പറയുന്നുണ്ട്, അപ്പം മുറിക്കുന്നുണ്ട്, പാനപാത്രം കുടിക്കുന്നുണ്ട്, സ്തോത്രാഴ്ച ഇടുന്നുണ്ട്, വചനശുശ്രൂഷയുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ഭംഗിയായിട്ട് പോകുമ്പോൾ വാസ്തവത്തിൽ എന്നാ കുഴപ്പം എന്ന് ചിന്തിച്ച് ദൈവഭക്തി ത്യജിച്ച് ഭക്തിയുടെ വേഷം ധരിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പറയുക, നമുക്കെന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. ഇല്ല, പാടില്ല. നമ്മുടെ നടപ്പ് ദൈവത്തിന്റെ സന്നയിൽ ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് ഒത്തതോ എന്ന് നാം സൂക്ഷ്മ നിരീക്ഷണം ചെയ്യണം. അനുസരണം കേട്ട ഒരു യോന നിമിത്തമാണ് അവിശ്വാസികളായ ശേഷം യാത്രികർ എല്ലാവരും വെള്ളത്തിൽ മുങ്ങാൻ പോയത്. നീ ഒരുത്തൻ മാത്രമേ യഹോവയുടെ പ്രവാചകനായിരിക്കുകയും ഈ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് കണ്ടിട്ട് നീ ദൈവത്തോട് പ്രാർത്ഥിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് എന്നാണ് ജാതികളുടെ ആളുകൾ അവരുടെ ദേവന്മാരുടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവനോട് ചോദിച്ചത്. എന്താ കാരണം അറിയാമോ? കാരണം ഇതാ, ഭക്തി, ഞാൻ ഭക്തനാ, ഞാൻ വിശ്വാസിയല്ലേ, എനിക്കെന്നാ കുഴപ്പം? അപ്പൊ ലോകം ഈ സ്ഥിതിയിലേക്ക് ആയിത്തീർന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ പല ആത്മീയ കലാപരിപാടികളും ദൈവത്തിന് വലിയ മനപ്രയാസമായി മാറിയിരിക്കുക.
എത്രമാത്രം കഠിനമായ നിലയിൽ ദൈവത്തിൽ നിന്ന് ഉള്ള ശിക്ഷകളോ അല്ലെങ്കിൽ ബാലശിക്ഷകളോ അല്ലെങ്കിൽ ഉപദ്രവങ്ങളോ ബാധകളോ ഉണ്ടായാലും എന്റെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന തെറ്റുകളാണ് അല്ലെ കുറ്റങ്ങളാണ് ഒരു പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കാരണമായി ഭവിച്ചിരിക്കുന്നത് എന്ന് സ്വയം സമ്മതിക്കാനോ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടത്തിന് തയ്യാറാകാത്ത ധാരാളം വിശ്വാസികളുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആത്മശോധനയ്ക്ക് തയ്യാറാകണം. ഞാനാണോ ഈ തെറ്റിന് കാരണക്കാരൻ? കർത്താവായ യേശു തന്റെ അന്ത്യപെസഹയുടെ ദിവസം കർത്താവ് പറഞ്ഞു, ഈ രാത്രിയിൽ നിങ്ങൾ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. അപ്പൊ ഓരോരുത്തരും ശിഷ്യന്മാർ ചോദിച്ചത് ഞാനോ കർത്താവേ, ഞാനോ കർത്താവേ, ഞാനോ കർത്താവേ ചോദിച്ചു. കർത്താവ് പറഞ്ഞു, എന്നോട് കൈ താലത്തിൽ മുക്കുന്നവൻ തന്നെ. ഞാനോ ഞാനോ നമ്മൾ ഓരോരുത്തരും ചോദിക്കുക, ഞാൻ നിമിത്തമാണോ ഈ ബാധ? ഞാനാണോ നിന്റെ കാരണക്കാരൻ? നമുക്കറിയാൻ വയ്യ. ഏതായാലും ഒന്നെനിക്കറിയാം, ദൈവത്തിന്റെ വെളിച്ചം ലോകത്തിന് പ്രദാനം ചെയ്യുവാൻ ദൈവം എഴുന്നേൽപ്പിച്ച വിശ്വാസമുഖമായത് നമ്മൾ ദൈവവചനത്തിന്റെ പ്രമാണങ്ങളെ പരിത്യജിച്ചിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ദൈവിക കാര്യപരിപാടി ചെയ്യാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന് നമ്മെ ശിക്ഷിക്കല്ല വേറെ ഒരു മാർഗവുമില്ല. ഇന്നലെ ഒരാൾ ചോദിച്ചു, വിശ്വാസികൾ കുറെ പേര് മരിക്കുന്നുണ്ടല്ലോ, പാസ്റ്റർമാര് മരിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ കാരണം എന്താ? രാവിലെ ഒരു തെറ്റും ചെയ്യാത്തൊരു പാസ്റ്റർ മരിച്ചുപോയി, അതിലെന്ത് പറയും? നമുക്ക് അറിയാൻ വയ്യ അതിന്റെ കാരണം. ഒരു പക്ഷെ കാര്യം മനസ്സിലാക്കണം, ഒരു ദേശീയമായിരുന്ന ഒരു അനുതാപം എന്ന് പറഞ്ഞ പോലെ വിശ്വാസ സമൂഹത്തിന് മൊത്തമായ ഒരു അനുതാപം, ദൈവസന്നിധിയിലെ ഒരു ആത്മപരിശോധന, ദൈവത്തിങ്കിലേക്ക് ഒരു മടങ്ങിവരവ്, ഇത് അനിവാര്യമാണെന്നാണ് ഈ സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് ഐ ആം നോട്ട് ഓൾസോ ഇൻക്ലൂഡഡ്, നോട്ട് എക്സംപ്റ്റഡ്. നാം നമ്മെ തന്നെ നോക്കിയിട്ട്, കർത്താവേ, ഞങ്ങൾക്ക് എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത്? ഇതൊക്കെയും അനുഭവിക്കാൻ തക്കോണം ഞങ്ങൾ കുറ്റക്കാരാണ് എന്ന് ദൈവസന്നിധിയിൽ പറയാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അവിടെയാണ് അനുതാപത്തോടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത്. വെറുതെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. വെറുതെ പ്രാർത്ഥന എങ്ങനെയാണെന്ന് ഞാൻ ഈ അനുതാപത്തോടെ പ്രാർത്ഥനയും വെറുതെ പ്രാർത്ഥനയും എങ്ങനെയാണെന്ന് ഞാൻ പറയാം. നമ്മുടെ ഇവിടുത്തെ കൺവെൻഷൻ നടക്കുമ്പോൾ ഈ കൺവെൻഷനുകളുടെ കാര്യപരിപാടിയെല്ലാം ആസൂത്രണം ചെയ്യുന്ന കമ്മിറ്റിക്കാരാണ്. കമ്മിറ്റിക്കകത്ത് തന്നെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുണ്ട്. ആരെ പ്രസംഗിക്കാൻ വിളിക്കണം, ആരൊക്കെ ആഴ്ചയിൽ ഏതെല്ലാം ക്ലാസ്സുകൾ എടുക്കണം, ഏതെല്ലാം വിഷയങ്ങൾ സംസാരിക്കണം, സബ്ജക്റ്റ് ഒക്കെ അവർക്ക് കൊടുക്കും. നേരത്തെ പരിശുദ്ധാത്മാവ് സബ്ജക്ട് കൊടുത്തിട്ട് ആ പ്രകാശത്തിൽ പ്രസംഗിക്കേണ്ടത്, പക്ഷേ ഇവര് സബ്ജക്റ്റ് കൊടുക്കും. ആ സബ്ജക്ട് കൊടുത്തിട്ട് അവര് ആ സബ്ജക്റ്റിൽ കൂലിത്തൊഴിലാളിയെ പോലെ ഇവർ പ്രസംഗിക്കുകയാണ്. അപ്പൊ പ്രസംഗിക്കുമ്പോൾ ഇവരെല്ലാം ക്രമീകരണം ചെയ്യും. ക്രമീകരണം ചെയ്ത ശേഷം ഒരു ചെയിൻ പ്രയർ സംവിധാനമുണ്ട്. എന്താ ഈ ചെയിൻ പ്രയർ എന്നറിയാമോ? ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ അധികാരത്തിനും കർത്തൃത്വത്തിനും 4 കാശിന്റെ വിലയില്ലാതെ കമ്മിറ്റിക്കാരായ ആളുകൾ കാര്യപരിപാടികൾ തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് തങ്ങളുടെ സ്വന്തത്തിലും ബന്ധത്തിൽപ്പെട്ടവരെയും തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരെയും അവരെ ശുശ്രൂഷകൾ കേൾപ്പിച്ച ശേഷം അതിന്മേൽ അനുഗ്രഹമാരി ദൈവം ചൊരിയേണ്ടതിന് എന്ത് ചെയ്യുക? ഒരു ചെയിൻ പ്രയർ വെച്ചേക്കുക. ഇത് നമ്മുടെ മിക്കവാറും എല്ലാ സഭാഭാഗങ്ങളുണ്ട്. ചെയിൻ പ്രയർ. കൺവെൻഷൻ പന്തലിന്റെ പുറകിൽ ഒരു ഓല കൊണ്ട് മറച്ച, അല്ലെങ്കിൽ ഷീറ്റ്, ഇപ്പൊ ഓലയില്ലല്ലോ, അതിന് ഒരു അലൂമിനിയം കൊണ്ട് മറച്ച ഒരു ക്യാബിൻ. ഞാൻ നോക്കുമ്പോൾ വിശ്വാസികൾ ഓരോരുത്തരും അങ്ങോട്ട് പോയി അവിടെ പ്രാർത്ഥിച്ചു വരിക. ചൈനക്കാരുടെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് അവർ വരുന്ന പ്രാർത്ഥനാ ചക്രം എന്നൊരു സാധനമാണ്. ആ പ്രാർത്ഥനാ ചക്രത്തില് 1000 ആണികൾ തറച്ചിട്ടുണ്ട്. ഒരു ചക്രമാണ്, വീലാത്. അപ്പൊ ആ ചക്രത്തിനടുത്ത് ചെന്ന് ഒരാള് ഒരു പ്രാവശ്യം ഈ ചക്രം കറക്കുമ്പോൾ 1000 ആണികൾ ഒറ്റ കറക്കെങ്കിൽ 1000 പ്രാവശ്യം കറക്കി കഴിഞ്ഞു. അപ്പൊ അവർ 1000 പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്ന് അവരുടെ വിശ്വാസം. ആരാധന സ്ഥലത്തിരിക്കുന്ന സാധനമായത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ കാര്യപരിപാടികൾ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മുടെ ആലോചന അനുസരിച്ച് നമ്മളെ ക്രമീകരണം ചെയ്തേച്ച് അതിന്മേൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകേണ്ടതിന് ദൈവസ്ഥലം നമ്മൾ എന്ത് ചെയ്യുക? ചെയിനായി പ്രാർത്ഥിക്കുക. ഇതിന്റെ ആലോചന ചെയ്ത് നമ്മളാണ്, ആളുകളെ വിളിച്ച് നമ്മളാണ്, വിഷയം ക്രമീകരിച്ചത് നമ്മളാണ്, വിഷയം കണ്ടുപിടിച്ചത് നമ്മളാണ്, വിഷയം അസൈൻ ചെയ്തത് നമ്മളാണ്, സമയക്ലിപ്തത ഏർപ്പെടുത്തി കൊടുത്തത് നമ്മളാണ്, എല്ലാം ചെയ്തത് നമ്മളാ. എന്നിട്ട് പറയണത് പരിശുദ്ധാത്മാവ് ഇതിന്മേൽ എന്ത് ചെയ്യണം? തന്റെ അനുഗ്രഹങ്ങളെ ചൊരിയണം. അതാണ് ഡിമാൻഡ്. ദൈവം ആരാ? നമ്മുടെ ഓർഡർ സ്വീകരിക്കുന്ന ഒരു സെർവന്റോ ആണോ? നമ്മൾ പറയുന്ന ഓർഡർ
സ്വീകരിക്കുന്ന സെർവന്റ്. ഇപ്പൊ കൊറോണ ബാധ വെച്ചു, കർത്താവ് കൊറോണ ബാധയെ നീക്കിക്കൊള്ളണം, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് ചില ആളുടെ പ്രാർത്ഥനയുടെ കൽപ്പന പോലെയാണ്. ഈ രാത്രി നീ കടന്നു വരണം, നീ ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ അപേക്ഷകൾ കേൾക്കണമേ എന്ന് പറയുകയില്ല. കേൾക്കണം കമാൻഡാണ് എല്ലാം ദൈവത്തോട്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൽപ്പിക്കുക, കർത്താവെ നീ കേട്ടോണം എന്നാണ്. അപ്പൊ ഈ മനോഭാവം മാറിയിട്ട് ദൈവം മുമ്പാകെ തങ്ങളുടെ കുറവുകളെയും പാപങ്ങളെയും കുറിച്ച് അനുദപിക്കണം. വിവരിക്കാൻ എനിക്ക് സമയമില്ല. നെഹമ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ, ഇസ്രായേൽ പുസ്തകം വായിക്കുമ്പോൾ ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ചില ആളുകളെ അവരുടെ വംശാവലിയെല്ലാം ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചു, എസ്രാ ശാസ്ത്രിയും നെഹമ്യാവും കൂടി. അപ്പൊ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ വംശാവലി രേഖയിൽ പേർ ചാർത്തപ്പെടാത്ത പുരോഹിത കുടുംബത്തിൽപ്പെട്ട ചില ആൾക്കാരെ കണ്ടു. അവർ പുരോഹിതന്മാരാണ്, പക്ഷേ വംശാവലി രേഖയിലില്ല. അപ്പൊ അവരെ യഹോവയുടെ പൗരോഹിത്യത്തിൽ നിന്ന് നീക്കി. വംശാവലി പട്ടികയിൽ പുരോഹിത കുടുംബത്തിൽ പേർ ചാർത്തപ്പെടാത്തവരായി കണ്ട ആളുകളെ പൗരോഹിത്യത്തിൽ നീക്കിക്കളഞ്ഞു എന്നാണ് വായിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? സഭാ ശുശ്രൂഷകളിൽ ശുശ്രൂഷകന്മാരായിരിക്കാൻ യാതൊരു നിലയിലും യോഗ്യതയില്ലാതെ അമാതൃകയുള്ള ജീവിതശൈലി സ്വന്തം ജീവിതത്തിലും സ്വന്തം ഭവനത്തിലും സ്വന്തം മക്കളുടെ ജീവിതത്തിലുമൊക്കെയുള്ള ആളുകൾ ഈ സ്ഥാനമാനം സ്വന്തമായി അലങ്കരിച്ച് അതിനകത്ത് കയറിയിരുന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പൗരോഹിത്യ വംശാവലി പട്ടികയിൽ ഇവനെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ത് ചെയ്യണം? വലിച്ചെറിഞ്ഞു കളയാൻ നാട്ടിലുള്ള ആളുകൾ ഉണ്ടാകണം. പക്ഷെ അതുപോലെ ഇന്നത്തെ സഭകളിൽ പറ്റുമോ? അവരിരുന്നുകൊണ്ട് വംശാവലി രേഖയിൽ ഉള്ളവരെ എറിയാനാണ് നോക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം വിളിച്ചു പറയുന്നവനെ, പരമാർത്ഥത്തിന് വേണ്ടി നിലനിൽക്കുന്നവനെ, വചനത്തെ അനുസരിക്കണമെന്ന് പറയുന്നവനെ, ജീവിത വിശുദ്ധി വേണമെന്ന് പ്രസംഗിക്കുന്നവനെ, അവിശുദ്ധ ബന്ധങ്ങൾ പാപമാണെന്ന് പറയുന്നവനെ എങ്ങനെ വലിച്ചെറിയാം എന്നാണ് ഈ വംശാവലി രേഖയിൽ ദൈവദൃഷ്ടിയിൽ പേരില്ലാത്ത പുള്ളികൾ പ്രമാണികളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ സംഭവിക്കുന്നത്. പിന്നെ കൊറോണ പിടിവിടുവോ? രണ്ടാമത് ചെയ്തത്, അപ്പൊ ആദ്യം പൗരോഹിത്യ രേഖയിൽ പേരില്ലാത്ത വംശാവലിയിൽ പേരില്ലാത്ത പുരോഹിത കുടുംബത്തിൽപ്പെട്ട ആൾക്കാരെ പൗരോഹിത്യത്തിൽ നീക്കി കളഞ്ഞു. അതാ ആദ്യം ചെയ്തത്. രണ്ടാമത് ചെയ്തത്, അന്യജാതികളിൽ നിന്നും അന്യഭാഷകൾ സംസാരിക്കുന്ന യുവതികളെ വിവാഹം ചെയ്ത ഇസ്രായേലിയരെ ഞാൻ കണ്ടു. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാരുണ്ടായി. അവര് യഹൂദന്മാരാണ്. നിന്റെ പെൺമക്കളെ അന്യജാതിക്കാരെ പുരുഷന്മാർക്ക് ഭാര്യമാരായി കൊടുക്കരുത്, അന്യജാതികളുടെ മക്കളെ നിങ്ങളുടെ ആൺമക്കൾക്ക് ഭാര്യമാരായി എടുക്കുകയും വരുത് എന്ന് ദൈവം സത്യം ചെയ്യിച്ച് കനാൻ ദേശം പാർപ്പിച്ച ഈ ജാതി കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ ജാതികളിൽ നിന്ന് എന്ത് ചെയ്തു? വിവാഹം കഴിച്ചു, സമ്മിശ്ര ബന്ധമുണ്ടായി. അപ്പൊ അങ്ങനെ പാതി എബ്രായ ഭാഷയും പാതി അസ്തോദ്യ ഭാഷയും സംസാരിക്കുന്ന കുറെ സ്ത്രീകളെ ഇവർ കണ്ടെത്തി. അവരെ മുടിക്ക് പിടിച്ച് ചുറ്റി പിടിച്ച് വലിച്ച് എറിഞ്ഞു കളഞ്ഞു എന്നാ വായിക്കുന്നത്. ഇന്ന് വല്ലതും പറ്റുമോ? പാതി അസ്തോദ്യ പാതപ്പോട്ട് വചനം വിലക്കുന്ന എല്ലാ ദുർനടപ്പുകളും, അശുദ്ധ ബന്ധങ്ങളും, വൈവാഹിക ബന്ധങ്ങളും, വിവാഹത്തിന്റെ പ്രമാണങ്ങൾക്ക് വിലക്കേർപ്പിലുള്ള ഭാഗങ്ങളും എല്ലാം ചെയ്ത ശേഷം അത് തെറ്റാണ്, വചനപ്രകാരം അങ്ങനെ നമുക്ക് പാടില്ല എന്ന് പറയുന്നവനെ ഗുരുതി കഴിക്കാൻ എന്ത് നേർച്ചയും ചേർന്ന് നടക്കുന്ന ധാരാളം ആളുകളുണ്ട്. എന്നിട്ട് പറയാം, നമുക്ക് എന്ത് ചെയ്യാം? കൊറോണ നീങ്ങിപ്പോകാൻ വേണ്ടി എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. 1000 സംവത്സരം ഞാനും നിങ്ങളും പാപത്തെക്കുറിച്ച് കുറ്റബോധമില്ലാത്തവരും പാപത്തെക്കുറിച്ച് അനുദപിക്കാനുള്ള മനസ്സില്ലാത്തവരും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ മനസ്സിലാത്തവരുമായി നാം പ്രാർത്ഥിച്ചാൽ ഈ പ്രാർത്ഥന കേവലം അന്തരീക്ഷത്തോട് യുദ്ധം ചെയ്തതിന് സമാനം മാത്രമായിരിക്കും. ദൈവം ആ പ്രാർത്ഥന കേൾക്കുകയില്ല. എന്താണെന്ന് അറിയാമോ? വിശുദ്ധിയുടെ ഉദ്ദേശത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത യാതൊന്നും ദൈവം ചെവിക്കൊള്ളുകയില്ല. പിന്നെ വീടുകളിലോ ഹോളിലൊക്കെ ഇരുന്നുകൊണ്ട് ഈ തിലാമടിക്ക് മാക്രി കറിയുന്ന പോലെ കുറച്ചു നേരം പ്രാർത്ഥിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ പ്രാർത്ഥനയ്ക്കുള്ള ചട്ടം എന്ന് പറയുന്നത് അറിയാം, അനുദപിക്കണം. പാപങ്ങളെയും കുറ്റങ്ങളെയും സംബന്ധിച്ച് അനുദപിക്കണം. അതാണ് ഇസ്രായേലിന്റെ പുസ്തകം 6-7 അധ്യായങ്ങളിൽ വായിക്കുന്നത്. യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം ദേവാലയത്തിൽ കണ്ടെത്തിയത് എസ്രാ ശാസ്ത്രി ഇടയ്ക്കൽ കൊണ്ടുവന്നിട്ട് അവരുടെ പീഠമുണ്ടാക്കി ആ പീഠത്തിന്മേൽ നിന്ന് ഇസ്രായേൽ മക്കളെ എല്ലാം വിളിച്ചു വരുത്തി യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം അവരെ ഉച്ചത്തിൽ വായിച്ചു കേൾപ്പിച്ചു. കഴിഞ്ഞപ്പോൾ നെഹമ്യാവിന് പറയുന്നത്, ഞാനും ഞങ്ങളും ഞങ്ങളുടെ പിതൃഭവനവും നിന്നോട് പാപം ചെയ്തു എന്നാ അവർ പറയുന്നു. അങ്ങനെ പറയണം.
ഞാൻ ഉൾപ്പെടെയുള്ള സഹോദരന്മാർ, ഞാനും എന്റെ പിതൃഭവനവും നിന്നോട് പാപം ചെയ്തു, ഞങ്ങൾ നിന്നോട് പാപം ചെയ്തു. അങ്ങനെ ദൈവസന്നിധിയിൽ പാപങ്ങളെ ഏറ്റുപറയുകയും അന്യോന്യം നിരക്കുകയും ചെയ്യണം. ഞായറാഴ്ച രാവിലെ ഒന്നിച്ചു വന്ന് നമുക്ക് ഒന്നിച്ച് ഏകാഗ്ര ഹൃദയത്തോടെ ഞങ്ങൾ ഏവനും നിന്നെ സ്തുതിച്ചിരുന്നെന്നുള്ള പാട്ട് പാടുമ്പോഴും ഇവിടെ ഇരിക്കുന്നവൻ അവിടെ ഇരിക്കുന്നവൻ എങ്ങനെ ദോഷം ചെയ്യാം, എങ്ങനെ അവനെ ഒതുക്കാം, എങ്ങനെ അവനെ ഇല്ലായ്മ ചെയ്യാം, എങ്ങനെ അവനെ ഒഴിവാക്കാം എന്ന ഹൃദയത്തിൽ നിരൂപണം ചെയ്തുകൊണ്ടാണ് ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. പാടുമ്പോൾ പറഞ്ഞത് ഏകാന്ത ചിന്തയോടെ ഞങ്ങൾ ഏവരും നിന്നെ സ്തുതിച്ചിടുന്നേ എന്നാ പാടും. മനസ്സിലിരിപ്പിതാ. ഇപ്പൊ ദൈവം കേൾക്കുമോ? ദൈവം കേൾക്കില്ല. ദൈവം കേൾക്കുന്നതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല എന്നാണ് 51-ാം സംഖ്യയിൽ ദാവീദ് പറയുന്നത്. തകർച്ചയുള്ള ഹൃദയം, നുറുങ്ങിയിരിക്കുന്ന മനസ്സ്, അവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന സങ്കടം. അതാണ് ഹാഗാറിന്റെ പ്രാർത്ഥന. അവൾ ബന്ധുക്കോസുകാരിയും ബ്രദറുകാരിയൊന്നും അല്ലായിരുന്നു. അവള് തന്റെ മകൻ മരിക്കുന്ന കാഴ്ച എങ്ങനെ ഞാൻ കാണും എന്ന് പറഞ്ഞ് നെടുവീർപ്പിലും സങ്കടത്തിലും അവൾ മരുഭൂമിയിൽ വെള്ളമില്ലാതെ അബ്രഹാം ഒരു തുരുത്തി വെള്ളവും കുറെ അപ്പവും കൊടുത്ത് ഈ കൊച്ചിനെ എടുത്ത് ഹാഗാറിനെ മരുഭൂമിയിലേക്ക് ഇറക്കിവിട്ട ബേർഷേബ മരുഭൂമിയിലേക്ക് അവൾ പ്രവേശിച്ചു. ചൂടേറിയ മരുഭൂമിയുടെ യാത്രയിൽ കയ്യിൽ കൊടുത്തയച്ച വെള്ളം തീർന്നു, അപ്പവും തീർന്നു, ബാലൻ മരിക്കാൻ തുടങ്ങുകയാണ്. നൊന്ത് പ്രസവിച്ച ഈ തള്ള ഈ ബാലന്റെ മരണം കണ്ടിട്ട് എങ്ങനെ കാണാൻ കഴിയും എന്ന് പറഞ്ഞ് അവരെ കുറുങ്കാട്ടിൽ കിടത്തിയിട്ട് അവൾ സ്വർഗത്തേക്ക് നോക്കി. ഞാൻ അബ്രഹാമിന്റെ വീട്ടിലെ ദാസിയ. സ്വർഗത്തേക്ക് നോക്കി ചങ്ക് പൊട്ടി അവൾ കരഞ്ഞു. സൈമൺ സാർ ആ ഭാഗം കഴിക്കുന്ന അമ്പരം നീപിതം ഹാഗാർസോ കണ്ടമാം കമ്പിയാപ്പീസിൽ നിന്ന് അമ്പർ നാട്ടിൽ തമ്പുരാന്റെ പേർക്ക് അർജന്റായി വിട്ടൊരു കമ്പിക്ക് കിട്ടി ബദൽ ക്ഷണത്തിൽ എന്നാണ്. അതായത് ചങ്ക് തകർന്ന് സ്വർഗത്തിലെ ദൈവത്തോട് യഹോവയായ ദൈവമേ, ബാലൻ മരിക്കുന്നത് ഞാൻ എങ്ങനെ കാണും എന്ന് ഉറക്ക നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ അമ്പരന്ന്, അതായത് ദുഃഖിച്ച് ഭയപ്പെട്ട് അമ്പരം നീപിതം ഹാഗാർസോ കണ്ടമാം കമ്പിയാപ്പീസ്, തൊണ്ടയാകുന്ന തപാൽ ആപ്പീസിൽ നിന്ന് അമ്പർ നാട്ടിൽ സ്വർഗത്തിലേക്ക് അർജന്റ് എന്ന പേരിൽ ഒരു കമ്പി അടിച്ചു. അതിന് കിട്ടി ബദൽ തൽക്ഷണമായിരിക്കുന്നത്. അതായത് ഉടൻ തന്നെ മറുപടിയും കിട്ടി. ആകാശത്ത് യഹോവയുടെ ദൂതൻ ഹാഗാറിനോട് ഹാഗാറേ എന്നുറക്കെ വിളിച്ചു. ഹാഗാറേ എന്നുറക്കെ വിളിച്ചു. ഓ, അവൾ പറയാ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കാണുന്നു. നിലവിളിച്ച് നെടുവേർപ്പെട്ട് തകർന്ന് കീറിയ ചങ്കുമായി ദൈവസന്നിധിയിൽ ഉറക്ക നിലവിളിച്ച എന്റെ മകന്റെ ഈ മരണം ഞാൻ എങ്ങനെ കാണും എന്ന് പറഞ്ഞ് അലറിക്കരയുന്ന ഹാഗാറിന്റെ കരച്ചിലിന്റെ ശബ്ദം ദിഗംബരങ്ങളെ ഭേദിച്ച് അമ്പർനാട്ടിൽ തമ്പുരാന്റെ അടുക്കിലേക്ക് ചെന്നു. തമ്പുരാൻ ഇരിക്കപ്പുറതിയില്ലാതെ വന്നു. സ്വർഗം ദൈവത്തിന്റെ ദൂതനെ കൊണ്ട ചോയി ഹാഗാറേ എന്ന് ഉറക്കെ വിളിച്ചു. അവൾ കുനിഞ്ഞ് നിലത്ത് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്നറിയാമോ? മരുഭൂമിയിലെ ഉണങ്ങി വരണ്ട മണ്ണിൽ നിന്ന് ഷീ സോ എ ഫൗണ്ടൻ വാസ് ഗഷിംഗ് ഔട്ട് ഓഫ് ദി ഡ്രൈഡ് ഗ്രൌണ്ട്. ഉണങ്ങി വരണ്ട ഗ്രൌണ്ടിൽ നിന്ന് ഒരു വലിയ നീരുറവ് ശക്തിയോട് പൊട്ടിപ്പുറപ്പെടുന്ന അവൾ കണ്ടു. പ്രതീക്ഷിക്കാൻ കഴിയാത്ത സ്ഥലത്ത് ഇതാ ഒരു തുള്ളി വെള്ളമോ ഒരു ബക്കറ്റ് വെള്ളമോ ഒരു തുരുത്തി വെള്ളമോ അല്ല, എ ഫൗണ്ടൻ ഗസ്റ്റ് ഔട്ട് ഓഫ് ദ ഡ്രൈഡ് ഗ്രൌണ്ട് എന്നാണ് ഇംഗ്ലീഷ് ചെയ്യുന്നത്. ആ ഉണങ്ങിയ നിലത്ത് നിന്ന് ഒരു നീരുറവ് പൊട്ടിപ്പുറപ്പെട്ടു. അവൾ ഓടിച്ചെന്ന് കൈക്കൊമ്പിൽ കുഞ്ഞിനെ വാരിയെടുത്ത് ആ ഫൗണ്ടനിടക്കിലേക്ക് കൊണ്ടുവന്നു. ആ ഫൗണ്ടനിൽ നിന്ന് അവനെ വെള്ളം കോരി കൊടുത്തു. അടുത്ത വായിക്കുന്നത് താനും മകനും ബേർഷേബ മരുഭൂമിയിൽ പാർത്തു. കുറെ കഴിയുമ്പോൾ ബാലൻ വളർന്നു, യോദ്ധാവായി, ഒരു വില്ലാളിയായി അവൻ ബേർഷേബ മരുഭൂമിയിൽ പാർത്തു എന്നാണ്. ദാറ്റ് ഫൗണ്ടൻ ഈസ് സ്റ്റിൽ ഫ്ലോവിംഗ്. ആ ഫൗണ്ടൻ ഇപ്പോഴും എന്ത് ചെയ്യാണ്? ഒഴുകിക്കൊണ്ടിരിക്കുക. പാട്ടുകാരൻ പാട്ടില്ല, there is a fountain filled with blood from Emmanuel's breast എന്ന് പറയുന്ന മനോഹരമായ ഗാനമില്ലേ? That fountain of mercy, കരുണയുടെയും കൃപയുടെയും ഫൗണ്ടൻ, the fountain filled with the blood of Jesus, കർത്താവായ യേശുവിന്റെ ചങ്കിൽ നിന്ന് എത്തിയ ആ മനോഹരമായ ഫൗണ്ടൻ, the fountain of grace, കൃപയുടെ ഫൗണ്ടൻ, the fountain of our salvation, നമ്മുടെ രക്ഷയുടെ ഉറവ്, അത് ഒഴുകിക്കൊണ്ടിരിക്കുക. അവൾ ഉറക്കത്തിൽ വിളിച്ചു. ദൈവം അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി. എന്റെ വാക്കിൽ ഞാൻ അവിടെ അവസാനിപ്പിക്കട്ടെ. കോവിഡ് ക്രമാതീതമായി വർദ്ധിക്കുന്നു. സേഫായി വീട്ടിലിരിക്കുന്നവരെയും പിടിവിടുന്നില്ല. അതിന് റീസൺ നമുക്ക് പലർക്കും അറിയാൻ വയ്യ.
പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്കുള്ള ഡ്യൂട്ടി എന്ത് ചെയ്യുക? സർക്കാർ പറയുന്ന നിബന്ധനകളെല്ലാം പാലിക്കുക. അപ്പോൾ തന്നെ ഹൃദയം തകർന്ന് അനുദപിച്ച് ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെയും കുറ്റങ്ങളെയും കുറിച്ച് ബോധമുള്ളവരായി അവയെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്കായും മറ്റുള്ളവർക്കായും പ്രാർത്ഥിക്കുക. ഈ ബാധ ഞങ്ങളുടെ ദേശത്ത് നിന്ന് ഒഴിഞ്ഞു പോകണമേ എന്ന് പ്രാർത്ഥിക്കും മുമ്പ് നമ്മുടെ ഹൃദയത്തിലെ പകയും വിദ്വേഷവും സഹസഹോദരന്മാരുടെ വിരോധവും പൈശാചികമായ ശത്രുതാ മനോഭാവവും എല്ലാം ഹൃദയത്തിൽ നിന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ അനുദപിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായും ഈ ബാധയെ കർത്താവ് ശാസിച്ച് അകറ്റും എന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. നീതിമാന്മാരാണ് നീതികെട്ടവരുടെയും കൂടെ പ്രശ്നങ്ങൾക്ക് കാരണമായി ഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി, കർത്താവെ, എന്റെ കുറവുകളെ, എന്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവസ്ഥലിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പ്രമാണപ്രകാരം പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ദൈവത്തിന് അത് കേൾക്കാതിരിക്കുവാൻ കഴിയില്ല. സ്വർഗം അത് കേൾക്കും. പക്ഷെ ആദ്യം ആവശ്യമായത് വചനപ്രകാരം നാം പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ചിന്തകൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു അനുഗ്രഹവും ആശ്വാസവുമായി ദൈവം ആക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിക്കും. തൽക്കാലം എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിന്റെ മഹത്വരമായ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള. താങ്ക് യു.